ഞാൻ ഇ-എ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ടാക്സേഷനിൽ ഞാൻ മുന്നേ എ-സി-സി-ഐ കംപ്ലീറ്റഡ് ആണ്. എ-സി-സി-ഐയിൽ യു-കെ ടാക്സ് ഉണ്ടായതുകൊണ്ട് അതിലോട്ട് മാറണമെന്നായിരുന്നു ഉണ്ടായത്. പക്ഷേ ഞാൻ യു-എസ് ടാക്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ അതിനേക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റി യു-എസ് ടാക്സിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇ-എനെ കുറിച്ച് അറിയുന്നതും പിന്നെ ഗൂഗിൾ സെർച്ചിലൂടെ തന്നെ ഞാൻ പ്രെപ്പിനെ കുറിച്ച് അറിയുകയും ചെയ്തത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡൗട്ട് വരുമ്പോൾ ഞാൻ തിയറി നോക്കും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ എൻ്റെ മെൻറ്റേഴ്സായിട്ടുള്ള ഡേവിസ് അല്ലെങ്കിൽ ജിവി അവരെ കോൺടാക്ട് ചെയ്യുകയോ അത് ക്ലിയർ ചെയ്യുകയോ അങ്ങനെ ചെയ്യും. ഹായ്, ഞാൻ വിഷ്ണു. ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഞാൻ ഇ-എ 2024 പ്രെപ്പ് ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ ഇ-എയുടെ 3 പാർട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇ-എ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ടാക്സേഷനിൽ ഞാൻ മുന്നേ എ-സി-സി-ഐ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ അതിൽ യു-കെ ടാക്സ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ടാക്സിനോട് ഒരു നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അതിലെ ആ ഒരു റൂൾസ് അതൊക്കെ സ്റ്റഡി ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എ-സി-സി-ഐ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇ-വൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഓഡിറ്റിനായിരുന്നു വർക്കിംഗ് ആണെങ്കിലും എനിക്ക് കൂടുതൽ ടാക്സിലേക്ക് മാറണമെന്നുണ്ടായിരുന്നു. എ-സി-സി-ഐയിൽ യു-കെ ടാക്സ് ഉണ്ടായിരുന്നു, അതിലോട്ട് മാറണമെന്നായിരുന്നു ഉണ്ടായത്. പക്ഷേ ഞാൻ യു-എസ് ടാക്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ അതിനേക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റി യു-എസ് ടാക്സിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇ-എനെക്കുറിച്ച് അറിയുന്നതും പിന്നെ ഗൂഗിൾ സെർച്ചിലൂടെ തന്നെ ഞാൻ പ്രെപ്പിനെ കുറിച്ച് അറിയുകയും ചെയ്തത്. അപ്പോൾ അതുവഴി ഞാൻ എന്ത് ചെയ്തു, പ്രെപ്പിൽ കോൺടാക്ട് ചെയ്യുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അങ്ങനെ ഞാനിവിടെ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുകയും. ഞാൻ ഇ-എ പ്രെപ്പിൽ ചെയ്തിരുന്നത് ഓൺലൈൻ മെത്തേഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻട്രാക്ഷൻസ് കുറവായിരുന്നു. ഇവിടുത്തെ ഫാക്കൽറ്റീസായിട്ടുള്ള ജിബിൻ, ഡേവിസ് അവരൊക്കെയാണ് എൻ്റെ 3 പാർട്ടിലും മെയിനായിട്ട് മെൻറ്റേഴ്സായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ക്വയറി അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ തന്നെ എനിക്ക് റിപ്ലൈ കിട്ടാറുണ്ടായിരുന്നു. വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഒരു വോയിസ് നോട്ട് സെൻഡ് ചെയ്ത് തരും. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ എന്തെങ്കിലും സ്ക്രീൻഷോട്ട്സോ അത് കൂടുതൽ മനസ്സിലാക്കുകയാണെങ്കിൽ അതും എനിക്ക് ഷെയർ ചെയ്ത് തരാറുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നോക്കാം, ഓൺലൈൻ ആണെങ്കിലും അത്തരത്തിൽ എനിക്ക് ഓൺലൈൻ ആ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ലൈവായുള്ള ക്ലാസ് ഞാൻ എപ്പോഴും അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്റ്റഡി പ്ലാൻ നോക്കുകയാണെങ്കിൽ ഞാൻ മുന്നേ എ-സി-സി-ഐയിൽ ഫോളോ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇ-എയിലും ഞാൻ ഫോളോ ചെയ്തത്. ഓൾറെഡി പ്രൊഫഷണൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അത്ര എനിക്കൊരു കൺഫ്യൂസിങ് അല്ലെങ്കിൽ ഒരു ടഫായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു ഇ-എ. എൻ്റെ മെയിൻ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു മെത്തേഡ് ഫോളോ ചെയ്യും. ലൈക്ക് ഞാൻ കുറേ നേരം ഇരുന്ന് പഠിക്കുകയൊന്നുമില്ല. ഒരു ഒരു രാവിലെ 10 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ ഇരുന്ന് പഠിക്കും. അത് കഴിഞ്ഞ് എന്തെങ്കിലും സിനിമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്തെങ്കിലും കാണും. അതിനുശേഷം ഒരു ബ്രേക്ക് എടുത്താൽ പിന്നെയും ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് തുടങ്ങുന്ന സമയത്ത് തിയറിയൊക്കെ ഇങ്ങനെ നോക്കി വെക്കും. അതിൽ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഞാൻ ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് ഞാൻ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ എക്സാമിന് അടുത്തൊക്കെ ആകുന്ന സമയത്ത് ഈ ഷോർട്ട് നോട്ടായിരിക്കും ഞാൻ പിന്നെ റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ തിയറി കംപ്ലീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡൗട്ട് വരുമ്പോൾ ഞാൻ തിയറി നോക്കും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ എൻ്റെ മെൻറ്റേഴ്സായിട്ടുള്ള ഡേവിസ് അല്ലെങ്കിൽ ജിവി അവരെ കോൺടാക്ട് ചെയ്യുകയോ അത് ക്ലിയർ ചെയ്യുകയോ അങ്ങനെ ചെയ്യും. അപ്പോൾ അതായത് എൻ്റെ ശരിയായ മെത്തേഡ്. പിന്നെ എക്സാം എഴുതുന്ന സമയത്തായിക്കഴിഞ്ഞാലും ഞാൻ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ടഫായുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കൺഫ്യൂസായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് ഈസി ആയുള്ളത് ചെയ്യും. എന്നിട്ട് ആദ്യം ഞാൻ അത് ഒന്നും കൂടി ഗോ ത്രൂ ചെയ്യും. എന്നിട്ട് അപ്പോഴൊക്കെ എന്തായാലും മനസ്സിലാവും എന്താ അതിൻ്റെ ഉത്തരം, അല്ലെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ വരും. എന്നിട്ട് അത് വെച്ച് ഞാൻ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എത്തും. ക്വസ്റ്റ്യൻസ് അത് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ പോകും. അതാണ് ആ ഒരു പാസ് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവാനുള്ള എന്നെ ഹെൽപ്പ് ചെയ്തത് ആക്ച്വലി. ഇപ്പോൾ ഏതായാലും ഞാൻ ഇ-എ 3 പാർട്ട് കംപ്ലീറ്റ് ചെയ്തു, ഇ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ എൻ്റെ എയിം എന്ന് പറയുന്നത് യു-എസ് ടാക്സ് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ബിഗ് 4 കമ്പനിയിലോ മറ്റോ കയറി ഒരു എക്സ്പീരിയൻസ്, അതായത് കൂടുതൽ
അതിൽ ഒരു നോളജ് ബിൽഡപ്പ് ചെയ്യുക, ലൈക്ക് എക്സ്പീരിയൻസും അതിൻ്റെ പ്രൊവിഷൻസ്, ലൈക്ക് അതെങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, നോളജ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഇനി പുറത്തേക്ക് വല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അങ്ങനെ പുറത്തേക്ക് പോവുകയോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇനി ബെറ്റർ ഓപ്പർച്യൂണിറ്റി അതായത് കിട്ടുവാണെങ്കിൽ അങ്ങനെ മാറാൻ എന്നുള്ളൊരു പ്ലാനാണ് ഉള്ളത്.